അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. നാം പാരായണം ചെയ്ത മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അവരുടെ കാവൽ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ നമ്മളോട് നസീഹത്ത് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ദർസ് ഓതി പഠിച്ച് ഇപ്പോൾ നിലവിൽ പുല്ലൂരാൽ മുദരിസും ഖതീബുമായി ജോലി ചെയ്യുന്ന മൻസൂർ ഫൈസി നിസാമി ഉസ്താദ് അവറുകളാണ്. അതുപോലെ ഇന്നത്തെ മജ്ലിസിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ വെക്കേഷൻ സമയത്ത് നമ്മുടെ പള്ളിയിൽ വെച്ച് നടന്ന ആൺകുട്ടികൾക്ക് നടന്ന പരിശുദ്ധ ഖുർആനും അതുപോലെ ദീനീപരമായ മറ്റു അറിവുകളുടെയും ക്ലാസ്സിൽ പങ്കെടുത്ത ഏകദേശം 15 വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇന്നത്തെ മജ്ലിസിൽ നടക്കുന്നുണ്ട്. അതുപോലെ ആ സമയത്ത് നടന്നിരുന്ന ക്ലാസ് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്നുണ്ട്. കഴിയുന്ന വിദ്യാർത്ഥി രക്ഷിതാക്കളൊക്കെ അവരുടെ മക്കൾക്ക് ദീനി വിജ്ഞാനം നൽകുന്നതിന് വേണ്ടി മഗ്രിബിന് ശേഷം നമ്മുടെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മൻസൂർ ഉസ്താദിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونشكره ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله المولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس: الصحة والفراغ. فإن أمارتي بسوء ما اتعظت
من جهلها بنذير الشيب والهرم ولا أعدت من الفعل الجميل طرا ضيف ألم برأسي غير محتشم هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم يا ربي بالمصطفى بلغ مقاصدنا واغفنا ما مضى يا واسع الكرم علموا يا أمة سيدنا محمد صلى الله عليه وسلم സമാദരണീയരായ ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മൾ ചൊല്ലിയ മജ്ലിസുൻ നൂറും അതുപോലെ തന്നെ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പരിചിതമായ മുഖങ്ങളാണ്. എന്നെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിചയം ജന്നത്തിലെത്തിക്കുന്ന ഒരു പരിചയമാക്കി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ മഹത്വമേറിയ മജ്ലിസിൽ മഹത്വമേറിയ സമയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന സമയങ്ങളിൽ 28ലേക്കും കടന്നിരിക്കുകയാണ് നമ്മൾ. ഇന്ന് മഗ്രിബോടുകൂടെ 28ലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ ഒരു ഹിജറ വർഷം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുക. ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ സമയത്ത് നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുന്ന വിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ്. കാലത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്ന ഒരു സൂറത്ത്, വൽ അസ്രി സൂറത്ത്. നമുക്കറിയാം, വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയായ കാലത്തിൻ്റെ ഓരോ രൂപങ്ങളാണ്. ഓരോ വർഷങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോഴും വലിയ ഗൗരവത്തോടുകൂടെ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തിൽ വലിയ ഒരു ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഈ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായും മാസങ്ങളായും ദിവസങ്ങളായും ആഴ്ചകളായും ഒക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട്, കാലത്തിന് വലിയ സാക്ഷിത്വമുണ്ട്. കാലത്തിന് ഒരുപാട് ആളുകൾ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരുപാട് സംഗതികൾക്ക് സാക്ഷിയായ ഒന്നാണ് കാലം എന്നുള്ളത്. ആ കാലത്തെ സാക്ഷ്യം വെച്ചുകൊണ്ട് സത്യം പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ഉപദേശം ആ സൂറത്തിലൂടെ നൽകുന്നുണ്ട്. ആ സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, ചെറിയൊരു സൂറത്താണ്. യാത്ര പോകുന്ന സമയത്ത് യാത്ര പോകാനിരിക്കുന്ന ആൾക്ക് കൈപിടിച്ച് ഓതിക്കൊടുക്കൽ സുന്നത്തുള്ള സൂറത്താണ് എന്നൊക്കെ പറയപ്പെടുന്ന വലിയ ഒരു സൂറത്താണ്. കാരണം വലിയൊരു ഉപദേശം അതിലുണ്ട്. എന്താണ് ആ സൂറത്തിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ ഉപദേശം, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ദഹർ എന്ന അർത്ഥം അതിന് ഒരുപാട് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. അസർ സമയത്തെ തന്നെയാണ് സത്യം എന്നും അതിന് വിശദീകരണങ്ങളുണ്ട്. എന്നിരുന്നാലും കാലത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ ഒരു ഉപദേശമുണ്ട്. എന്താണ് പറയുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ കലാമിന്റെ വലിയ ഒരു വിശേഷണമാണ് മൂജസായ കലാമ് എന്നുള്ളത്. ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥതലം ജിപ്പിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ പരിശുദ്ധമായ ഖുർആനിൽ ചെറിയ വാക്കിലൂടെ നമുക്ക് നൽകുന്ന വലിയ ഒരു ഉപദേശം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ പരാജയത്തിലാണ്. നാം അടങ്ങുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ പരാജയത്തിലാണ്. നമുക്ക് ബേജാറാകുന്ന ഒരായത്ത്. അതിന്റെ തൊട്ടപ്പുറത്തായത്ത് അതിന്റെ വാക്യാണ്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, അതിന്ന് കുറച്ച് വിഭാഗം ഒഴിവാണ്. എല്ലാ മനുഷ്യരും പരാജയത്തിലല്ല, കുറച്ച് വിഭാഗം ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. അതാരാണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളാണ്. വിശ്വാസത്തോടുകൂടെ വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഹഖ് കൊണ്ടും സ്വബർ കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ. വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ മുഴുവനും പരാജയത്തിലാണ്, ഒരു വിഭാഗം ആളുകൾ ഒഴികെ. അതാരാണ്? മുഅ്മിനീങ്ങളായ ആളുകളാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം. ഇത് കേവലം ഒരു വാക്കല്ലല്ലോ, പരിശുദ്ധമായ ഖുർആനാണ്, സത്യമായ വാക്കാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ആ വിഭാഗത്തിൽ പെട്ടവർ മാത്രമാണ് വിജയിക്കുക. അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിലാക്കി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളാകാൻ വലിയ പ്രയാസമാണ്, എന്നാൽ വലിയ പ്രയാസമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ നിയമമായി നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഹറാമാക്കിയ കാര്യങ്ങൾ മുഴുവനും എടുത്തു നോക്കിയാൽ അതൊരു മനുഷ്യന് അപകടം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. മനുഷ്യന്റെ ശരീരത്തിന് അപകടം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ കുടുംബത്തിന് അപകടം ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ ഹറാമുകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതായിരിക്കും. അപ്പോൾ മുഅ്മിനായി ജീവിക്കുക എന്നത് ആ പ്രയാസങ്ങളൊക്കെ മാറ്റി ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് എങ്ങനെയാണോ ഈ ഭൂമിയിൽ നീതിമാനായി ജീവിക്കേണ്ടത്, അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ ഇബ്ലീസിന്റെ ശർറ് കൊണ്ട് അതൊരു പ്രയാസമായി നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത്. കാരണം നമ്മൾ ഒരു നേർവഴിക്ക് നടക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മെ വഴിതിരിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് പ്രയാസമായി തോന്നുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അത് തന്നെയാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ മുഅ്മിനീങ്ങളായ വിഭാഗത്തിലാകേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ, വിശദീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളാവുക എന്നതിൻ്റെ വിശദീകരണം തന്നെയാണ് ശേഷം പറഞ്ഞത്. വഅമിലു സ്വാലിഹാത്തി, കാരണം അഅമാലു സ്വാലിഹ എന്നുള്ളത് മുഅ്മിനീങ്ങളാകാനുള്ള ഒരു വിശേഷണമാണ്. കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ ആരാണ്? അവർ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. അപ്പോൾ നിസ്കരിക്കാത്തവരാ ഗണത്തിൽ പെടുത്തൂല. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്ന വിശദീകരണം, മുഅ്മിനീങ്ങളാവുക എന്നതിൻ്റെ വിശദീകരണം തന്നെയാണ് വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവുക.
വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹഖ് കൊണ്ട് ഉപദേശിക്കുന്നവരാവുക, ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരാവുക. സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാകണം. അതുപോലെ തന്നെ മുസീബത്തുകളിൽ നിന്ന് ക്ഷമിക്കാനുള്ള ഒരു മാർഗവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ മുഅ്മിനീങ്ങളാകാനുള്ള വിശേഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ ഗണത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ഈ ഒരു സമയത്ത് നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട, നമ്മളൊരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഗൗരവത്തോടുകൂടെ ഓർക്കേണ്ട ഒരു സൂറത്താണ്. അതുകൊണ്ട് ആമുഖമായി അതൊന്ന് ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്വന്തം നഫ്സിനെ ഒന്ന് വിചാരണ ചെയ്യണം. കാരണം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം എന്ന ഒരു വിചാരണ ചെയ്ത് ആ വിചാരണയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു സംഗതി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവലോകനം. ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം വലിയ ഒരു പരിപാടിയായി, എല്ലാവരെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിപാടിയായി നടത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം അതിൻ്റെ ഒരു അവലോകന യോഗം നടന്നു. നമ്മളതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തിനാണ് അവലോകനം? അതാ പരിപാടി എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ പരിപാടി നടന്നിട്ടില്ല, നടക്കാത്ത ഒരു പരിപാടിയുടെ പ്ലാനാണ് നമ്മൾ ചെയ്യുക. ഇനി അവലോകനം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞതിൽ എന്തെല്ലാം ഉണ്ടായി, വല്ല പോരായ്മകളും ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം രീതിയിൽ നമ്മളത് സംഘടിപ്പിച്ചു, എങ്ങനെയെല്ലാം നമുക്കത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്ന ഒരു ചർച്ച. അതാണല്ലോ അവലോകനം. അത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വന്തം ഒന്ന് വിചാരണ ചെയ്യുക. നമ്മളെ എല്ലാവരെയും വിചാരണ ചെയ്യപ്പെടും. നമുക്കൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ എന്ന് പറയുന്ന ഒരു രംഗം നേരിടാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് നേരിടാനുണ്ട്. ആ വലിയ ഹിസാബ് എന്ന് പറയുന്ന ആ ഒരു വലിയ രംഗത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. എന്താണ് പറയുന്നത്? ആ വിചാരണയുടെ മുമ്പ് സ്വന്തമായൊന്ന് വിചാരണ ചെയ്യുക. എന്തിനാണ് ആ വിചാരണ? ആ വിചാരണയിൽ നിന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു ദിവസത്തെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് രാത്രി സമയത്തൊന്ന് ആലോചിച്ചാൽ, അതിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് സമയങ്ങൾ പലതിലേക്കും, നമുക്ക് ആവശ്യമില്ലാത്ത പലതിലേക്കും നമ്മൾ ചെന്ന് ചാടിയിട്ടുണ്ടാകും. നമ്മളൊന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ എന്താ ഉണ്ടായത് എന്നൊന്നിങ്ങനെ ആലോചിച്ചാൽ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം, ഇന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് നാളെ ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റും. ഈ ഒരു ചിന്തയാണ് വിചാരണ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്ത്, വിചാരണയിൽ നമുക്ക് ഒരുപാട് രംഗങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ ഒരു വർഷക്കാലത്ത് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളും തെറ്റുകളും കറകളും ഒക്കെ മനസ്സിലാക്കി അതിൽ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്ത് പുതിയൊരു വർഷത്തേക്ക് നല്ല ഒരുക്കത്തോടുകൂടെ നമ്മൾ കാലുവെക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ടത് നമ്മിൽ നിന്ന് വന്നുപോയ തിന്മകളെ കുറിച്ചാണ്. നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലായി നമ്മിൽ നിന്ന് പലവിധ തെറ്റുകുറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. തെറ്റുകുറ്റങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മറന്നു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്കത് ഓർമ്മ വേണം. നമ്മളത് ഓർത്തെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കണം. നല്ലത് ചെയ്തത് മുഴുവൻ നമുക്ക് ഓർമ്മ ഉണ്ടാകും. നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് മാറി നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന സമയത്ത് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട്
നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ അപരാധങ്ങളും ഓർത്തെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ജീവിതം, ഒരു സ്വഹാബിയുടെ ചരിത്രം ഞാൻ പറയാം. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അത് നമുക്ക് വലിയ പാഠമാണ്. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിനെ പല കാര്യങ്ങളും ഏൽപ്പിക്കാറുമുണ്ട്. അത്രയും വലിയൊരു സ്വഹാബിയാണ് സഅലബ റളിയല്ലാഹു അൻഹു. ആ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിനെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അത് കേട്ട ഉടനെ സഅലബ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹളറത്തിൽ നിന്ന് ആ സംഗതിയിലേക്ക് നടക്കുമ്പോ അവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ വീടിനരികിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ സമയത്ത് സഅലബ റളിയല്ലാഹു അൻഹു അത് കണ്ട മാത്ര കണ്ണ് മാറ്റുകയും രണ്ടാമതൊന്നുകൂടി അറിയാതെ വന്നു പോയ ഒരു നോട്ടമുണ്ടായിട്ടുണ്ട്. സഅലബ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു തിന്മ ചെയ്തതിന്റെ കാരണം പെട്ടെന്ന് സഅലബ റളിയല്ലാഹു അൻഹുവിന് കുറ്റബോധമുണ്ടാവുകയാണ്. സഅലബ റളിയല്ലാഹു അൻഹുവിന് വലിയ പേടിയായി. ഞാൻ എന്താണ് ഈ ചെയ്തിട്ടുള്ളത്? വലിയ ഒരു തിന്മയാണല്ലോ എന്നിൽ വന്നിട്ടുള്ളത്. എന്റെ ഈ തിന്മയുടെ കാരണം കൊണ്ട് വല്ല ആയത്തും ഇറങ്ങുമോ എന്ന പേടി സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. സഅലബ റളിയല്ലാഹു അൻഹുവിന് വല്ലാണ്ട് പേടിയായി. സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടുകയാണ്, അവിടുന്ന് ഓടിപ്പോവുകയാണ്. പിന്നെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നില്ല. സഅലബ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. ഫഅതാ ജിബാലം ബൈന മക്കത വൽ മദീന, മക്ക മദീനക്കിടയിലുള്ള പർവ്വതങ്ങളിലൂടെ സഅലബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേടി കൊണ്ട്, ഈ ഒരൊറ്റ തിന്മയുടെ ഭയം കൊണ്ട്, ഈ ഒരു കാര്യത്തിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി കൊണ്ട് സഅലബ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ പർവ്വതങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാതെ, ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരാതെ സഅലബ റളിയല്ലാഹു അൻഹു ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരുന്നു. 40 ദിവസമായിട്ടും സഅലബ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. സ്വഹാബത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കാണാനില്ല. സഅലബ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. സ്വഹാബത്ത് ഇങ്ങനെ ചുറ്റുഭാഗത്തും അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ മഹാനവറുകളെ കണ്ടുകിട്ടിയില്ല. അവസാനം 40 ദിവസമായിട്ടും കാണാതായപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുകയാണ്. സഅലബയെ അന്വേഷിച്ചു പോകണം. സഅലബയെ അന്വേഷിച്ചു പോയിക്കൊണ്ട് സഅലബയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയക്കുകയാണ്. അവർ രണ്ടുപേരും പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് കാണാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഒരു ആട്ടിടയൻ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരാട്ടിടയനെ കാണുകയും ആ ആട്ടിടയനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യം പറയുകയും ചെയ്തു. ഇന്നാലിന്ന ആളെ തെരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിവരം തരണം എന്ന രീതിയിൽ ആ ആട്ടിടയനോട് വിവരം പറഞ്ഞപ്പോ ആ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്നത് നരകത്തെ പേടിച്ച് നടക്കുന്ന ഒരാളെയാണോ? ആട്ടിടയൻ ചോദിക്കുക,
നരകത്തെ പേടിച്ച് ഓടുന്ന ഒരാളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? നരകത്തെ പേടിച്ച് നടക്കുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആട്ടിടയൻ പറയുകയാണ്, ഞങ്ങളിങ്ങനെ ആടിനെ മേത്ത് വൈകുന്നേരമായാൽ രാത്രിയായാൽ ഞങ്ങളിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വരാറുണ്ട്. ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു മനുഷ്യൻ കടന്നു വരാറുണ്ട്. ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? യാ ലൈതക ഖുബിലത് റൂഹി ഫിൽ അർവാഹ്. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. എന്താ പറയുന്നത്? യാ ലൈതക ഖുബിലത് റൂഹി, എൻ്റെ റൂഹൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ റൂഹിനെ ഒന്ന് അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിച്ച് മഹ്ശറയിൽ പെടാതെ എന്നെയൊന്ന് അകറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞ്, എന്നിങ്ങനെ ആവലാതി പറഞ്ഞ്, എന്നിങ്ങനെ വിഷമിച്ചു കൊണ്ടൊരു മനുഷ്യൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വരാറുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരകത്തെ പേടിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചത്. ആ മനുഷ്യൻ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ റൂഹൊന്ന് പിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നത് എന്നാണ്. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, ഞങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇത് തന്നെയാണ്. നരകത്തെ പേടിച്ചുകൊണ്ട് ഓടുന്ന ഈ മനുഷ്യനെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ആ ആട്ടിടയൻ ആ മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മലമുകളിലേക്ക് കൊണ്ടുപോയപ്പോ ആ മലമുകളിൽ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് ഒരു മനുഷ്യൻ. അതാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മലമുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. ഇതേ വാക്കിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ റൂഹൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ റൂഹൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ കരയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സഅലബ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്തേ സഅലബ, എന്തു പറ്റി? എന്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് വരാത്തത്? എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവും മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് സഅലബ റളിയല്ലാഹു അൻഹു വലിയ വിഷമത്തിലാ. ഞാൻ ഇനി അങ്ങോട്ട് വരികയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഒരു പേടി, കാരണം ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ടു ചെല്ലാനാണ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണം എന്ന് നിർബന്ധിച്ചപ്പോ സഅലബ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നേരെ എന്നെ കൊണ്ടുപോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഖാമത്ത് കൊടുത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ എന്നെ കൊണ്ടുപോകാവൂ. ഈ കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് സമ്മതം മൂളി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെ തന്നെ കൊണ്ടുപോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സഅലബ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് വരികയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ അരികിലേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്ത് നിന്ന്
സുബഹി നിസ്കാരം തുടങ്ങിയ സമയത്ത് ആ സമയത്ത് സഅലബ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹും സൽമാൻ റളിയല്ലാഹു അൻഹും വേഗം സഫിലേക്ക് കയറി നിസ്കാരത്തിൽ പ്രവേശിച്ചു. മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു പിറകെ വന്നുകൊണ്ട് ആ നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. നിയന്ത്രണം വിട്ടുപോയി ബോധരഹിതനായി സഅലബ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ അവിടെ വീഴുകയാണ്. അത്രമേൽ ഭയമാണ്, അത്രമേൽ ഖൗഫിലായിരുന്നു. പറ്റിപ്പോയ ഒരു തെറ്റ് കാരണം വലിയ പ്രയാസത്തിലായി സഅലബ റളിയല്ലാഹു അൻഹുവിനെ, വലിയ പ്രയാസത്തിലായി. ഞാൻ ചുരുക്കുകയാണ്, ചരിത്രം ചുരുക്കി പറയുകയാണ്. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു അവിടെ ബോധരഹിതനായി വീഴുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എവിടെയാണ് സഅലബ, എവിടെയാണ് സഅലബ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചപ്പോ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വന്നിട്ടുണ്ട് നബിയേ, കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെയുണ്ട് നബിയേ. അങ്ങയുടെ ഖിറാഅത്ത് കേട്ടപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ബോധരഹിതനായി പോയതാണ്. സഅലബ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വരുന്നു, വലിയ പ്രയാസത്തിൽ, വലിയ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി സഅലബ, എന്താ നിങ്ങൾ ഇവിടെ നിന്ന് പോയി കളഞ്ഞത്? നിങ്ങളെ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാണുന്നില്ല, എന്തു പറ്റി? സഅലബ റളിയല്ലാഹു അൻഹുവിനൊന്നും പറയാൻ കഴിയുന്നില്ല. മഹാനവറുകൾ പറയുന്നുണ്ട്, ദംബി ദംബി, എന്റെ പാപമേ പാപമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് സഅലബ റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ മുമ്പിൽ ഇങ്ങനെ കരയാ, എന്റെ തെറ്റ്, എന്റെ തെറ്റ്, എനിക്ക് സംഭവിച്ചു പോയ തെറ്റ് എന്ന് പറഞ്ഞ് ദംബി ദംബി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കരയുകയാണ്. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. സഅലബ റളിയല്ലാഹു അൻഹുവിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. സഅലബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സഅലബ, എല്ലാ തിന്മകളെയും മായിച്ചു കളയുന്ന ഒരു ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫല അദുല്ലുക അലാ ആയത്തിൻ തുകഫിറു ദുനൂബ വൽ ഖതായാ, എല്ലാ തിന്മകളെയും മായിച്ചു കളയുന്ന ഒരു ആയത്ത് പരിചയപ്പെടുത്തി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ സഅലബ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അതേ നബിയെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ആയത്ത് പതിവായി ചൊല്ലൂ സഅലബ, ഈ ആയത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ സഅലബ റളിയല്ലാഹു അൻഹുവിന് സമാധാനം ലഭിക്കുന്നില്ല. അപ്പോഴും സഅലബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദംബി ദംബി, എന്റെ പാപമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ സഅലബ, മൽ കലാമുല്ലാഹി അസ്സ വജല്ല അഅ്ളമു. സഅലബ റളിയല്ലാഹു അൻഹു, ആയത്തിനേക്കാൾ വലുതാണ് എന്റെ തെറ്റ്. സഅലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, ആ ആയത്തിനേക്കാൾ വലുതാണ് എന്റെ തെറ്റ്. ആറ്റിനെ കുറിച്ച് വലിയ വിഷമമായിട്ട് സഅലബ റളിയല്ലാഹു അൻഹു പറയാ, ആ ആയത്ത് കൊണ്ടൊന്നും പൊറുക്കുമെന്ന് തോന്നുന്നില്ല, അതിനേക്കാൾ വലിയ തെറ്റായി പോയി എന്ന് മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു പറയാ. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കലാമ് നിങ്ങളുടെ തെറ്റിനേക്കാൾ വലുതല്ലയോ എന്ന് ചോദിക്കുമ്പോഴും സഅലബ റളിയല്ലാഹു അൻഹുവിന് ഒരു സമാധാനം ലഭിക്കുന്നില്ല. സഅലബ റളിയല്ലാഹു അൻഹു കരയുകയാണ്.
അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോയി. സഅലബ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ വെച്ച് രോഗബാധിതനായി വലിയ പ്രയാസത്തിൽ, ആ വിഷമത്തിലായി രോഗിയായി പോയി. 8 ദിവസം സഅലബ റളിയല്ലാഹു അൻഹു വീട്ടിൽ രോഗിയായി കിടന്നു. 8 ദിവസമായപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചു, നബിയേ, സഅലബ വലിയ പ്രയാസത്തിലാണ്, രോഗത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, നമുക്കൊന്ന് സന്ദർശിക്കണ്ടയോ നബിയേ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. സഅലബ റളിയല്ലാഹു അൻഹു കിടപ്പിലാണ്. ആ വിഷമത്തിൽ അങ്ങനെ വിഷമിച്ചുകൊണ്ട് ഭക്ഷണമില്ല, മറ്റു ഒന്നുമില്ലാതെ വലിയ രോഗം പിടിപെട്ട് കിടപ്പിലായിട്ടുണ്ട് സഅലബ റളിയല്ലാഹു അൻഹു. അങ്ങനെ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നു. എന്നിട്ട് സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ തല ഉയർത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിലേക്ക് വെക്കുകയാണ്. ആ ശറഫാക്കപ്പെട്ട മടിയിലേക്ക് സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്തു വെച്ചപ്പോ സഅലബ റളിയല്ലാഹു അൻഹു ഇത് ഹബീബിന്റെ മടിയാണ്, ഹബീബിന്റെ മടിയാണെന്ന് മനസ്സിലാക്കിയപ്പോ സഅലബ റളിയല്ലാഹു അൻഹു പ്രയാസത്തിലാണെങ്കിലും ആ തല മാറ്റുകയാണ്. ഹബീബിന്റെ മടിയിൽ നിന്നിങ്ങനെ തല മാറ്റുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റിയ സഅലബ, എന്തിനാണ് നിങ്ങളുടെ തല എന്റെ മടിയിൽ നിന്ന് മാറ്റിയത്? സഅലബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയോ റസൂലുള്ളാഹ്, അങ്ങയുടെ മടിയിൽ വെക്കാൻ പറ്റിയ ഒരു തലയല്ല, ആ തല അത് ദോഷം കൊണ്ട് നിറക്കപ്പെട്ടതാണ്. ദോഷം കൊണ്ട് നിറക്കപ്പെട്ടതാ, തിന്മ കൊണ്ട് നിറക്കപ്പെട്ടതാ, അത് അങ്ങയുടെ മടിയിൽ വെക്കാൻ പറ്റൂല എന്ന് പറയാം. വലിയ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ, അള്ളാഹുവിൽ നിന്നൊരു നിർദ്ദേശമുണ്ട്. ഈ കിടക്കുന്ന മനുഷ്യൻ ഭൂമി മുഴുവൻ തിന്മയുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ ഭൂമി മുഴുവൻ മഗ്ഫിറത്തുമായി അള്ളാഹു അവർക്ക് നേരെ ചെല്ലുന്നതാണ്, അത് മുഴുവനും പുറത്തു കൊടുക്കുന്നതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് മുത്തുനബി ചോദിച്ചു ജിബ്രീലിനോട് അലൈഹിസ്സലാം, ഇത് സഅലബയോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പറഞ്ഞോളൂ നബിയേ. ഈ ഒരു സന്തോഷ വാർത്ത സഅലബ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറയുകയാ, സഅലബ, നിങ്ങളുടെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, വഹയി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഫസ്വാഹ സ്വൈഹതം ഫമാതാ, ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു ഒരു ശബ്ദമുണ്ടാക്കിയിട്ടങ്ങ് മരണപ്പെടുകയാണ്. അങ്ങോട്ട് ആ സമയത്ത് അങ്ങോട്ട് മരണപ്പെട്ടു. ഒരു വലിയ ഗുണപാഠമുള്ള ചരിത്രം. തന്നിൽ നിന്ന് വന്നുപോയ ചെറിയ ഒരു തിന്മയുടെ പേരിൽ, ഒരു തെറ്റിന്റെ പേരിൽ ആകെ പേടിച്ച് വിറച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥയെക്കുറിച്ച് പേടിച്ച്, നരകത്തിനെ കുറിച്ച് പേടിച്ച് ആ ഒരു വലിയ പ്രയാസത്തിലായി രോഗിയായി അങ്ങനെ മരണപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ തിന്മയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. ആ തിന്മകൾ, നമ്മിൽ നിന്ന് വന്നുപോയ തിന്മകൾ, അതങ്ങോട്ട് മറന്നിട്ടുള്ള ഒരു സന്തോഷ ജീവിതം. എല്ലാ സമയത്തും അതിങ്ങനെ ഓർത്ത് ദുഃഖിച്ചിരിക്കണം എന്നല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തിന്മകൾ ഓർത്തെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. സഹോദരങ്ങളെ, സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ആ തിന്മ പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനാസയിലെല്ലാം പങ്കെടുക്കുകയാണ്. ജനാസ കുളിപ്പിക്കുന്നിടത്ത് തങ്ങളുണ്ട്, ജനാസ കഫൻ ചെയ്യുന്നിടത്ത് തങ്ങളുണ്ട്. അവിടുന്ന് ജനാസ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരല് കുത്തിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാ.
വിരലിങ്ങനെ കുത്തിയിട്ടാണ് നടക്കുന്നത്. കാല് മുഴുവൻ നിലത്ത് വെക്കാതെ ആ ജനാസയുടെ ഒപ്പം പോകുമ്പോ വിരലിങ്ങനെ കുത്തിയിട്ടാണ് നടക്കുന്നത്. പിന്നീട് മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ സമയത്ത് മലായികത്തിന്റെ സാന്നിധ്യം കാരണം എനിക്ക് നിലത്ത് കാല് വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു എന്നാണ്. ആ ഖേദപ്രകടനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്വം ഉയർത്തി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ വിചാരണയിൽ നമ്മുടെ തിന്മകളെ മുൻനിർത്തിയിട്ട് അത് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അത് മുഴുവനും പൊറുപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിചാരണയിൽ നമ്മൾ തിന്മകൾ ഓർത്തെടുത്ത് ദുആ ചെയ്യുന്നതോടൊപ്പം ഇനി അങ്ങോട്ടുള്ള സന്ദർഭങ്ങളിൽ, ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ നന്മയിൽ നമ്മൾ വ്യാപൃതരാവുകയും ചെയ്യണം. നന്മയിൽ നമ്മൾ ഉളരണം. നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് വളരെ ഉത്സാഹത്തോടെ നല്ല കാര്യങ്ങളിലേക്ക് അടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സൽപ്രവർത്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇബാദത്തുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് നല്ല ഒരു നിയ്യത്തോടുകൂടെ നല്ല ഉത്സാഹത്തോടുകൂടെ നന്മയിലേക്ക് ഇങ്ങനെ ഉളരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നന്മകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നാടിനെങ്ങനെ പുകഴ്ത്തി പറയാൻ വേണ്ടി ഒന്നല്ല കേട്ടോ, എന്നിരുന്നാലും നമുക്കൊക്കെ വലിയ അനുഭവങ്ങൾ ഉള്ളതാണ്. ഇവിടെ പഠിക്കുന്ന കാലം മുതലേ നിങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ സഹായവും സഹകരണവും ഇവിടെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഒരു ഹദീസെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ട്. ഈ ഇരിക്കുന്നവരിൽ പലരും ഭക്ഷണം തന്ന് സഹായിച്ചവരാണ്, അതുപോലെ തന്നെ പല രീതിയിൽ സഹായിച്ചവരാണ്. അവരിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ നന്മയിൽ ഉളരുക എന്ന് പറയുമ്പോൾ നിസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ, ദിക്ർ, ദുആ, സ്വലാത്ത് തുടങ്ങിയ ഇത്തരം മജ്ലിസുകളും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങളൊക്കെ നമ്മൾ മുതലെടുക്കുകയാണ് വേണ്ടത്. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ആ രീതിയിലേക്ക് കൊണ്ടുവരണം. നേരത്തെ യൂസുഫ് ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ മഗ്‌രിബിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ക്ലാസ് നമ്മളതിൽ മക്കളെ കൊണ്ടുപോയി ചേർക്കണം. കാരണം അവരെ ആ ഒരു നന്മയുടെ ആളുകളാക്കാൻ അവസരമാണത്. അതിൽ നമ്മൾ ചേർക്കണം. എന്നിട്ട് അതിലൂടെ അവർ വളരുമ്പോൾ, ദീനീ വിജ്ഞാനത്തോടുകൂടെ വളരുമ്പോൾ അതൊരു വലിയ പവറാണ്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നേടൽ ഇന്ന് വളരെ അത്യാവശ്യമാണ്. ഭൗതികമായ വിദ്യാഭ്യാസം നേടൽ അത്യാവശ്യമാണ്. നമ്മുടെ മക്കളിലും ഉണ്ടാകണം ഡോക്ടർമാരും അതുപോലെ തന്നെ എഞ്ചിനീയർമാരും മാഷുമാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും അതുപോലെ തുടങ്ങി ഈ ഭൗതിക തലങ്ങളിൽ ഉന്നത പദവികളിലേക്ക് നമ്മുടെ മക്കളും എത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് സ്ഥിരമായി ഒരിക്കലും ഒഴിവാക്കാത്ത രീതിയിൽ കൊടുക്കേണ്ട ഒന്ന് അത് ദീനി വിജ്ഞാനമാണ്. അതിന് ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുൽ ഉലമ മദ്രസ സംവിധാനം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കെട്ടിടം ഒരുപാട് ആളുകളുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ ഈ പള്ളിയും മദ്രസയും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിലേക്ക് സഹകരിച്ച ഇതിന് കാരണക്കാരായ ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ എല്ലാം സവാബിന് അള്ളാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ദീനി വിജ്ഞാനം പകർന്നുകൊണ്ട് അവരും നന്മയുടെ ആളുകളാക്കി വളർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണം, ആ ഭക്ഷണം നൽകൽ വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. ഇന്നും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുതഅല്ലിമീങ്ങൾക്കുള്ള ഭക്ഷണം നൽകൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഭക്ഷണം കൊടുക്കുക, ഇത്ആമുത്ആം എന്ന് പറയുന്നത് അത് ദീനിൽ വലിയ പ്രതിഫലമുള്ള ഒന്നായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിച്ച ഒരു ചരിത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചുരുക്കം ചില സ്വഹാബികളും അവിടെയുണ്ട്. കുറച്ച് ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. മുഖത്ത് വലിയ വിഷമമുണ്ട്. ആ മനുഷ്യൻ കടന്നു വന്ന് സലാം പറഞ്ഞ് നേരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്ന് ആഗമന ഉദ്ദേശമാണ് പറയാ. ആമുഖത്തിനും മുഖവുരക്കും ഒന്നും നിൽക്കാതെ വലിയ വിശപ്പിലാണ്, എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ്, വിശപ്പ് സഹിക്കാൻ വയ്യായിട്ട് വന്നതാണ് എന്ന ആ ഒരു നിർദ്ദേശം, ആ ഒരു കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ ചാരയുള്ള തൻ്റെ വീടുകളിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നു. ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പോയി നോക്കി. പക്ഷേ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ടും ഭക്ഷണമൊന്നും ലഭിച്ചില്ല. അവർക്കുള്ളത് മാറ്റിവെച്ച് കൊടുക്കാതിരുന്നതല്ല, വീടുകളിൽ ഒന്നുമില്ല. അന്ന് അവരും പട്ടിണിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എത്ര പ്രയാസത്തിലാണ് അവരൊക്കെ ജീവിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരുടെ വീടുകളിലേക്ക് ഓരോന്നിലേക്ക് ഇങ്ങനെ കയറി നോക്കി. പക്ഷേ എവിടെ നിന്നും ഒരു ഭക്ഷണവും ലഭിച്ചില്ല. അവിടെയൊക്കെ അന്ന് പട്ടിണിയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമായി. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭക്ഷണം ചോദിച്ചു വന്ന ഒരു അതിഥി എങ്ങനെയാണ് വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് സൽക്കരിക്കുക? ആ ഒരു പ്രയാസം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, ആർക്കെങ്കിലും ഒരാൾക്ക് ഈ മനുഷ്യനെ, ഈ സ്വഹാബിയെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുപോകാം എന്ന് വളരെ ഉത്സാഹത്തോടെ എണീറ്റ് നിന്നു. അൻസാരികൾക്കൊരു പ്രത്യേക സ്വഭാവമാണ് അതിഥി സൽക്കാരത്തിൽ. മുത്തുനബിയും സ്വഹാബത്തും ഹിജറ വന്ന സന്ദർഭത്തിലും തൻ്റെ സമ്പത്തിൽ നിന്ന് പകുതിയും അങ്ങനെ പലതും കൊടുത്തുകൊണ്ട് മുഹാജിരിങ്ങളായ സ്വഹാബികളെ, അതിഥികളെ സൽക്കരിച്ചവർ. അവരൊരു പ്രത്യേക സ്വഭാവക്കാരാണ്, അതിഥി സൽക്കാരത്തിൽ വലിയ പ്രിയരാണ്. ഈ സ്വഹാബിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിഥിയാണ്, മുത്തുനബിയുടെ അതിഥിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സന്തോഷത്തിൽ ആ മനുഷ്യനെയും കൂട്ടിയിട്ട് പോവുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സഹധർമ്മിണിയോട് പറഞ്ഞു, ഇന്ന് മുത്തുനബിയുടെ അതിഥി നമ്മോടൊപ്പമുണ്ട്, അവരെ നമുക്ക് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, അവരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭാര്യ പറയുകയാണ്, ഇവിടെ ഭക്ഷണമായിട്ടൊന്നുമില്ല, ഇവിടെ മക്കൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ, ഞമ്മക്ക് കഴിക്കാനും കൂടി ഇല്ല എന്ന ഒരു മറുപടി വന്നപ്പോൾ ആ സ്വഹാബിക്ക് വലിയ വിഷമമായി. ഇനി എന്തു ചെയ്യും? മുത്തുനബിയുടെ അതിഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, എങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കും? ആ ഭാര്യയോട് പറയുകയാണ്, മക്കളെ എന്തെങ്കിലും പറഞ്ഞ്, എന്തെങ്കിലും കഥ പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്തവരെ ഉറക്കിക്കെടുത്തുക, അവരെ വേഗം ഒന്ന് ഉറക്കുക. എന്നിട്ട് ഭക്ഷണം തയ്യാറാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് ലൈറ്റ് മണക്കുക. അത് ഒരു പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ ചരിത്രം. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ലൈറ്റ് മണക്കുക. കാരണം ആ ഒരു അതിഥിക്ക് കഴിക്കാനുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. ഒപ്പം ഇരിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതിഥിക്ക് തൃപ്തിയാവൂല. അതുകൊണ്ട് അതിഥിയുടെ തൃപ്തിയിൽ ഒരു കുറവും വരരുത് എന്ന നിയ്യത്തോട്, ആ നിയ്യത്ത് കൊണ്ട്, ആ ഒരു ഉദ്ദേശം കൊണ്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു, മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കിടത്തി ഉറക്ക്, എന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ലൈറ്റ് മണക്കുക, എന്നിട്ട് രണ്ടാളും ഇരുന്ന് തിന്ന. ഈ സ്വഹാബി തിന്നണില്ല, ആ അതിഥിക്ക് ഭക്ഷണം കൊടുത്ത് സ്വഹാബി വെറും പാത്രത്തിൽ നിന്ന് തിന്നണത് പോലെ ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സംഭവത്തിൽ അതിഥിക്ക് വലിയ തൃപ്തിയായി. അങ്ങനെ ഭക്ഷണം കഴിച്ച് റാഹത്തായി. പിറ്റേ ദിവസം മദീനത്തെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് ഇങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ തങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഈ അൻസ്വാരിയായ സ്വഹാബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാ, ലഹിഖല്ലാഹു ബിഫിഇലികുമാ, നിങ്ങളുടെ രണ്ടാളുടെയും പ്രവൃത്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആശ്ചര്യമായിട്ടുണ്ട്, അല്ലാഹുവിന് വലിയ സന്തോഷമായിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമുള്ള ഒന്നാണ്
ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. സ്വഹാബികളുടെ ഓരോ ചരിത്രവും ഒരു സ്വഹാബിയുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം വലിയ രോഗം ബാധിച്ച് തളർവാദം ബാധിച്ച് ഇങ്ങനെ കിടക്കാൻ, അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ഒരു കോഴി ഇറച്ചി തിന്നാൻ ഒരു ആഗ്രഹം. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ആ ആഗ്രഹത്തെ ഇങ്ങനെ ശമിപ്പിക്കുകയാണ്. നഫ്സിനെങ്ങനെ പരിശീലിപ്പിച്ച് അതിങ്ങനെ ശമിപ്പിക്കാൻ നോക്കി. 40 ദിവസത്തോളം നോക്കിയിട്ടും അത് അടങ്ങുന്നില്ല, ആ ആഗ്രഹം അടങ്ങുന്നില്ല. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, 40 ദിവസമായി ഞാനത് പിടിച്ചു വെക്കാൻ നോക്കണം, നടക്കണില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്താണ് നിങ്ങളെ പ്രയാസപ്പെട്ട് കിടന്നിട്ട് ഒരു ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടായിട്ട് അതും ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണോ? എന്താ പിന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള കാരണം? നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ, ഞാനത് ചെയ്തു തരൂലേ എന്ന് പറഞ്ഞ് ആ വിഭവം തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്താണ് വീടിന്റെ മുമ്പിൽ ഒരാൾ വരുന്നത്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ കടന്നു വരുന്നു. ആ സമയത്ത് സ്വഹാബി എന്താ ചെയ്തത്? ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭക്ഷണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ, അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് വലിയ വിഷമമായി. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്, അത് തിന്നാനും കൂടിയും പറ്റാത്തൊരവസ്ഥയിൽ അത് അങ്ങോട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസം. അപ്പോൾ ഭാര്യ ചോദിച്ചു, അവർക്ക് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും നാണയം കൊടുത്താൽ പോരെ, ഇത് നിങ്ങൾ കഴിച്ചോളിയും, അവർക്ക് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ലൊരു തീരുമാനമാണ്, അതുകൊണ്ട് ആ പൈസ ഇങ്ങോട്ട് കൊണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയിൽ നിന്ന് ആ പൈസയും വാങ്ങിയിട്ട് എന്നിട്ട് ആ ഭാര്യയോട് പറഞ്ഞു, ഇത് രണ്ടും മൂപ്പര് കണ്ട് കൊടുത്താളെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കാനുള്ള ഒരു താല്പര്യം, അത് സ്വഹാബത്തിന്റെ ശീലമാണ്, സ്വഹാബത്തിന്റെ രീതിയാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ദർസ് നടത്തുന്ന സമയത്തും ആ സ്വഹാബൊക്കെ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്തത് സ്വഹാബികളാണ്. അവരുടെ ഒരു ശൈലിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി, സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും കഴിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ട് ഈ സ്വന്തമായി കഴിക്കാനില്ലെങ്കിൽ പോലും സ്വന്തമായി കഞ്ഞി കുടിക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് ചോറ് കൊടുത്തിരുന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടാറുണ്ടല്ലോ. ചിലപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഞങ്ങളാകാൻ വേണ്ടിയിട്ട്, ഈ രീതിയിൽ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഞാനൊക്കെ ഭക്ഷണത്തിന് പോയിരുന്ന കാന്തളൂർ പറമ്പിൽ അബ്ദുറഹ്മാൻ ക, അതുപോലെ തന്നെ അവരുടെ ഭാര്യ, അവരൊക്കെ മരണപ്പെട്ടു പോയി. അരിമണിച്ചോല ബാവാക്ക, അതുപോലെ നമ്മുടെ വള്ളിയേങ്ങൽ ആമിനത്ത, ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. വള്ളിയേങ്ങൽ അംസാക്ക ഡ്രൈവറായിരുന്ന അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ ഭക്ഷണത്തിന് പോയിരുന്നു. ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ പറയുന്ന ഓരോ ഇൽമുകളുടെ ഓരോ ഹർഫുകളുടെയും കൂലി അള്ളാഹു അവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീട്ടിലുള്ള മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സദസ്സിലും ഇരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. എല്ലാ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയും അവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ശീലം, ആ ഒരു പ്രവൃത്തി അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മളൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടെ അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഓരോ ആളുകൾ നമ്മളെ സഹായിച്ചതുപോലെ ഇന്നും അത് നടക്കുന്നുണ്ട്, ഇനിയും അത് നടക്കണം. ഈ ദർസ് അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ ദർസ്, അതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങളൊക്കെ ഉന്നതിയിലേക്ക് പോകേണ്ടതുണ്ട്. അത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ ഉഷാറാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം മജ്ലിസുകളൊക്കെ ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ നമുക്ക് കാവലായ മജ്ലിസുകളാണ്. നമുക്ക് ഹിഫ്ള് നൽകുന്ന മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ നാമം അത് നമുക്ക് വലിയ ഹിഫ്ളാൻ, അത് വലിയ ഹിഫ്ളാണ് എന്ന് ബദർ മൗലിദിലെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരത്തിൽ ഹിഫ്ളുള്ള ഇത്തരം മജ്ലിസുകളൊക്കെ നമ്മൾ വളരെ ധന്യമാക്കുകയും നമ്മളൊക്കെ പങ്കെടുക്കുന്നതോടൊപ്പം
നമ്മുടെ പിൻതലമുറക്കാർ അവരും ഇത് വളർത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മളൊക്കെ കഴിഞ്ഞു പോയാലും ഈ ദീനീ ചൈതന്യം, ഈ വാണിയന്നൂരിലെ നൂറ് അത് നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പുതുതലമുറയെയും ഇത് പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നല്ല നിലയിലാകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളാക്കാൻ ഇവിടെ പരിശ്രമിച്ച കാരണക്കാരായ ഞങ്ങൾക്ക് സഹായം നൽകിയ നിങ്ങളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ഓരോ സ്വതക്കകളും അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറിൻ്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, ആഫത്ത് മുസീബത്തുകളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, ഞങ്ങളാകാൻ നമ്മെ കാരണക്കാരായ ആളുകൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ വസിയത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ സത്യവിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ മജ്ലിസിലേക്ക് നമ്മൾ ഓരോരുത്തരും ഓരോ മുറാദുകൾ മനസ്സിൽ വെച്ചാണ് പരിശുദ്ധമായ ഇത്തരം ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലും ഖൈറുമായ എല്ലാ മുറാദുകളും നമുക്ക് ഹാസിലാക്കി തരട്ടെ. നമ്മളെ മക്കളെയും അല്ലാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മജ്ലിസിലേക്ക് ചായ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞുമക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജോലിയിലും മക്കളിലും കുടുംബങ്ങളിലും ഒക്കെ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട അവരുടെ ഭാര്യ, മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഈ സദഖയുടെ സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. ആരെങ്കിലും ഖബറിൽ പ്രയാസത്തിലാണ്, അല്ലാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഉഖ്റവിയ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങൾ ദീർഘമായി സംസാരിക്കുന്നില്ല. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് എത്താനും അല്ലാഹുവിൻ്റെ പ്രീതി നേടാനും അല്ലാഹുവിൻ്റെ സ്വർഗം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെത്തുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ 2-3 വഴികളുണ്ടാവും. അതിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, ഈ വഴിക്ക് കൂടി പോയിക്കോ, ഇന്നാലിൻ്റെ വഴിക്ക് കൂടി പോയിക്കോ, മറ്റേ വഴിയിൽ പല പ്രശ്നങ്ങളുണ്ട്, പാമ്പുകളുണ്ടാവും, നായകളുണ്ടാവും. അപ്പോൾ നിർഭയമായ വഴിയിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. കള്ളക്കാരുള്ള കവർച്ചക്കാരുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കൂല. നമ്മുടെ മുമ്പിലുള്ള വഴി അപകടകരമായ വഴിയാണ്. ആഖിറത്തിലേക്കുള്ള വഴി, നമ്മൾ എത്തിച്ചേരാനുള്ള സ്ഥലം സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും അതുവരെയുള്ള വഴി ദുർഘടമാണ്, പ്രയാസമേറിയ വഴിയാണ്, തരണം ചെയ്യാൻ വല്ലാത്ത പാടാണ്. ദുനിയാവിൽ കൂടുതൽ ചരക്കുകളൊന്നും മേത്തക്ക് കയറ്റിവെക്കാതെ ലോലമായി ജീവിച്ചവൻ, ഇബാദത്തുകൾ കൊണ്ട്, താഅത്തുകൾ കൊണ്ട് ഹസനാത്തിന്റെ പട്ടിക വർദ്ധിപ്പിച്ചവനെ മാത്രമാണ് ആ വഴി സുരക്ഷിതമായി വിട്ടുകിടക്കാൻ കഴിയുക എന്നതാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട സ്വഹാബത്തുകളിൽപ്പെട്ട മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ സമയത്ത് കരയുന്നത് കണ്ടപ്പോൾ കൂടെയുള്ളവർ സമാധാനിപ്പിച്ചത്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബിയല്ലേ എന്ന് പറഞ്ഞാണ്. നിങ്ങൾ എന്തിനു പേടിക്കണം? അദ്ദേഹം പറഞ്ഞു, ഈ ദുന്യാവിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ പേടി എനിക്കില്ല, കുടുംബത്ത് വിട്ടുപോകുന്നതിന്റെ സങ്കടം എനിക്കില്ല, മറിച്ച് ലിഖില്ലത്തി സാദി വബുഅദി സഫരി, ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, ഞാൻ ഈ ദുന്യാവിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന നന്മകൾ വളരെ കുറവാണെന്ന പേടി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് പോലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വതസവ്വദു, ആഖിറത്തിലേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ശേഖരിക്കൂ, ആഖിറത്തിലേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ശേഖരിക്കൂ. ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ലത് തഖ്വയാണ്. ആഖിറത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഭക്ഷ്യധാന്യം, വിഭവം അത്
തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അവന്റെ പ്രവാചകൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിത ലക്ഷ്യം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഓതിയ പരിശുദ്ധ ഖുർആനിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ മജ്ലിസുന്നൂറിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ നൽകിയ സ്വദഖകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിവിടെ ചെലവഴിച്ച സമയങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാത്തിൻ്റെയും സവാബിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ ശറഫാക്കപ്പെട്ട പൂമുഖം മനാമിലെങ്കിലും ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ, എല്ലാ മഹത്തുക്കളെ ഹളറത്തിലേക്കും ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകിച്ച് മഹാന്മാരാകുന്ന ബദരീങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ മഹത്തുക്കളൊക്കെ ഉഖറവിയായ ദറജകൾ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ മഹത്തുക്കളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി, അതെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. നിന്റെ മഹള് ഫള് കൊണ്ട് അതൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഹലാലും ഖൈറുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. അതിനുള്ള മാർഗങ്ങൾ തുറക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരുടെയും മനസ്സുകളിൽ പലവിധ ഉദ്ദേശങ്ങളുണ്ട്, അതിനെല്ലാ വഴികളും നീ തുറക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സലാമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഏർപ്പാടുകളിൽ മുഴുവനിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലിയിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാ ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ ജോലിയിൽ നീ ഖൈർ നൽകണേ റഹ്മാനെ. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. ലോകത്ത് മുഴുവനും നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രതിസന്ധികളും നീ മാറ്റണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് അതൊക്കെ തട്ടി മാറ്റണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ആഫിയത്തോടുകൂടെ ഈമാനോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് സ്വാലിഹീങ്ങളുടെ മലായികത്തിന്റെ സാന്നിധ്യത്തിൽ മരിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ ആഖിബത്ത് നന്നാക്കണേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ ഇഖ്ലാസും തഖ്വയും ഖുശൂഉം നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ ഹൃദയങ്ങളെ നന്നാക്കണേ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹുവേ ഈമാൻ കൊണ്ട് നിറക്കണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങൾ പലരുടെയും മാതാപിതാക്രാദികൾ കുടുംബങ്ങൾ അയൽവാസികൾ ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ പലരും ആരടി മണ്ണിലാണ് അവരെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാരിൽ പലരും മരണപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളിൽ മരണപ്പെട്ടവർ അല്ലാഹുവേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളിൽ വഫാത്തായവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർ ഈ മദ്രസയെയും പള്ളിയെയും സഹായിച്ചവർ ഇതിന്റെ തുടക്കക്കാരായവർ പലരും മരണപ്പെട്ടവരാണ് അവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹുവേ അവരെ ഖബറിലെ അവസ്ഥ നിനക്കല്ലാതെ അറിയില്ല റഹ്മാനെ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ തട്ടി മാറ്റണേ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ടവർക്ക് രക്ഷ നൽകണേ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹുവേ ഖബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറക്കണേ ഖബറിൽ സ്വർഗീയ അനുഭൂതികൾ നൽകണേ അല്ലാഹുവേ ബർസഖിയായ ജീവിതം വിജയിക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാഹുവേ വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹുവേ മഹ്ശറിൽ അർശിന്റെ തണൽ നൽകണേ അല്ലാഹുവേ മീസാനിൽ നന്മ തൂങ്ങുന്ന വിഭാഗത്തിലാക്കണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാഹുവേ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്തണേ അല്ലാഹുവേ നരകം കാണാതെ സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ മഹത്തുക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ നിന്റെ ലിഖാ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ മജ്ലിസിലേക്ക് ചായ നൽകിയത് നീ സ്വീകരിക്കണേ റഹ്മാനെ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അവരുടെ വിഷമങ്ങൾ തീർക്കണേ അല്ലാഹുവേ മജ്ലിസ് തുടങ്ങിയത് മുതൽ ഇന്നുവരെ ഇതിലേക്ക് സഹകരിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കണേ ഹറാമിന്റെ മക്കളാക്കല്ല അല്ലാഹുവേ മക്കൾ കാരണം വഷളാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റഹ്മാനെ അല്ലാഹുവേ മക്കളെ കൊണ്ട് കുടുംബങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊക്കെ കൺകുളിർമ നൽകണേ അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം നൽകണേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم